എപ്പോക്സി റെസിനും വുഡും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോണും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പെറൻസി ഒരു ഓഷ്യൻ തീം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ള ഒരു വുഡ് എടുത്തിട്ടാണ് നമ്മളിതിലേക്ക് എപ്പോക്സി കാസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വുഡ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ വുഡ് നല്ല രീതിയിൽ സാൻഡൊക്കെ ചെയ്തതിന് ശേഷം മോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടേബിളിൻ്റെ പുറത്താണ് നമ്മൾ ഇത്തരത്തിൽ മോൾഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോണുകൾ നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മൾ എവിടേക്കാണോ സ്റ്റോണുകൾ വേണ്ടത് അത്തരത്തിൽ സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അതിലേക്ക് ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന എപ്പോക്സി എന്ന് പറയുന്നത് ആൽക്കഹോളിക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ബ്ലൂ പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടുള്ള ഒരു എപ്പോക്സിയാണ് നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചുള്ള ആൽക്കഹോളിക് ഇങ്കാണ്. ട്രാൻസ്പെറൻസിയോട് കൂടി എപ്പോക്സിയിലേക്ക് ആൽക്കഹോളിക് ബ്ലൂ പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ലെയർസ് നമ്മൾ ഇത്തരത്തിലുള്ള ഡാർക്ക് കളേഴ്സും വൺ സൈഡ് നമ്മൾ ചെയ്യുന്നത് ഫുള്ളി ട്രാൻസ്പെറൻസി ആയിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓഷ്യൻ ആവശ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ടേബിളിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഫുള്ളി ട്രാൻസ്പെറൻസിയോട് കൂടിയുള്ള എപ്പോക്സിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത സൈഡ് നമ്മൾ ചെയ്യുന്നത് ചെറിയ രീതിയിൽ ആൽക്കഹോളിക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ ബ്ലൂ ഷെയ്ഡും ട്രാൻസ്പെറൻസിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയുള്ള ആൽക്കഹോളിക് ഇങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളൊരു വൺ സൈഡും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വൈറ്റ് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓഷ്യൻ തീം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണിക്കാത്തത്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഓഷ്യൻ തീം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു തീം വൈറ്റ് പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഫോഗി എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഓഷ്യൻ തീം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്റ്റോണ് താഴെ കാണുന്ന രീതിയിലും അതോടൊപ്പം തന്നെ നമുക്ക് ട്രാൻസ്പെറൻസിയും വേണം. അതോടൊപ്പം തന്നെ ഒരു ഓഷ്യൻ തീം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ലെഗ് ചെയ്തിട്ടുള്ളത് മെറ്റലിലാണ്. ഇത്തരത്തിലാണ് ലെഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് ടേബിളിൻ്റെ മുകളിൽ നിന്നും ഇതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വർക്കുകൾ നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോപ്പ് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 2 വർക്കുകളും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. 2 വർക്കുകളല്ല, ഇതിൻ്റെ കൂടെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. അപ്പം 3 വർക്ക് ഒരുമിച്ചാണ് നമ്മൾ ടോപ്പ് കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗവും സാൻഡ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ടോപ്പ് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ടോപ്പ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2 കാസ്റ്റിംഗ് തിക്നെസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 3 വർക്കിൻ്റെ മുകളിൽ നമ്മൾ 2 കാസ്റ്റിംഗ് തിക്നെസ്സോട് കൂടിയിട്ടാണ് വർക്കിന് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് ലെയർ കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത കംപ്ലീറ്റ്ലി ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ മെറ്റാലിക് ഡസ്റ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അടുത്തത്. രണ്ടും സൈസ് വരുന്നത് സെയിം തന്നെയാണ്. സൈസ് വരുന്നത് 5x3 ആണ് ഇതിൻ്റെ എല്ലാ 2 ഡൈനിങ് ടേബിളുടെയും സൈസ് വരുന്നത്. പിന്നെ ഒരെണ്ണം കോഫി ടേബിളുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് കോട്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്ക് ഇത്തരത്തിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോക്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോക്സി നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, പക്ഷേ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സെൽഫ് ലെവലിംഗ് ആണ് എപ്പോക്സി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സർഫസ് 100% വാട്ടർ ലെവലായിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ 2 കാസ്റ്റിംഗ് തിക്നെസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 2 കാസ്റ്റിംഗ് തിക്നെസ്സോട് കൂടിയിട്ട് 3 വർക്കിന് ടോപ്പ് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും അത്രത്തോളം ക്ലാരിറ്റിയിലാണ് നമുക്കതിൻ്റെ ടോപ്പ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ബേസും നമ്മൾ ഇനിയൊന്ന് സാൻഡൊക്കെ ചെയ്തതിന് ശേഷം ടോപ്പ് കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വീഡിയോസ് മിസ്സായതുകൊണ്ടാണ് നമ്മളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ബ്ലൂ മെറ്റാലിക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള എപ്പോക്സിയുടെ ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ വാങ്ങിക്കാനും പറ്റും. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും 100% കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് എത്രത്തോളം സൈസ് വേണം, വിഡ്ത്ത് വേണം, തിക്നെസ് വേണം, ഏത് പാറ്റേൺ വേണം, ട്രാൻസ്പെറൻസി വേണോ, കളേഴ്സ് വേണം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ മറക്കാതിരിക്കുക, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.